ഒരു ആധാരവുമില്ലാതെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണങ്ങളുമായി വന്ന രാഹുൽ ഗാന്ധി ഇപ്പൊ മാപ്പ് പറയണമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. മാപ്പ് മാത്രമല്ല, അല്ലെങ്കിൽ ഇദ്ദേഹം പരാതി നൽകണം. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് വ്യക്തമാണ്. ഒന്നെങ്കിൽ പരാതി നൽകണം. കുറെ തെളിവുകളുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം ഇറങ്ങിയല്ലോ. ആ തെളിവുകൾ ഹാജരാക്കി പരാതി നൽകുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടത്തും, പരിശോധന നടത്തും. അങ്ങനെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് തെറ്റുണ്ടെങ്കിൽ, ഭരണഘടനാ സ്ഥാപനത്തിന് തെറ്റുണ്ടെങ്കിൽ ആ തിരുത്തി മുന്നോട്ട് പോകുന്നതല്ലേ ജനാധിപത്യത്തിന് നല്ലത്. അല്ലെങ്കിൽ ഇദ്ദേഹം മാപ്പ് പറയണം. മാപ്പ് പറഞ്ഞില്ലെങ്കിൽ അടുത്ത നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനെതിരെ നിയമ നടപടി ഉണ്ടാകും. ഇദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എവിടെയായിരുന്നു? കാരണം ഇദ്ദേഹത്തിനെതിരെ വലിയ രീതിയിൽ ഇദ്ദേഹത്തെ വിമർശിക്കുന്നവർ പറയുമല്ലോ, ഇദ്ദേഹം പല വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുന്നു എന്ന രീതിയിൽ പറയുന്നു. അങ്ങനെ വലിയ വിദേശ രാജ്യത്തെ സന്ദർശനത്തിലായിരുന്നു എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മറന്നുപോക്കുകയാണ് ആ സമയം. 2024 തെരഞ്ഞെടുപ്പിന് മുൻപ് ആ സമയങ്ങളിൽ അദ്ദേഹം എവിടെയായിരുന്നു? ഉദാഹരണം കേരളത്തിലേക്ക് വരാം. കേരളത്തിൽ 3-4 മാസം കഴിയുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇപ്പോൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. അതിനുവേണ്ടി വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കും വോട്ടർ പട്ടികകൾ കൈമാറിയിട്ടുണ്ട്. ആ വോട്ടർ പട്ടിക കൈമാറുമ്പോൾ അത് നാം പരിശോധിക്കണം. അതിൽ ആരെയെല്ലാം പേരുകൾ വിട്ടുപോയിട്ടുണ്ട്, കൂട്ടിച്ചേർക്കാനുള്ള ആരെല്ലാം പേരുകളാണ്, ഇതിലെന്തെങ്കിലും ക്രമക്കേടുണ്ടോ, അപഘാതങ്ങളുണ്ടോ, തെറ്റുകളുണ്ടോ എന്നിവ ചൂണ്ടിക്കാട്ടി അവർക്ക് പരാതി നൽകാം. വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്യാം. ആ രീതിയിൽ ഇപ്പോൾ കേരളത്തിലുള്ള കാര്യം ഞാൻ പറയുന്നത്. ഇത് പരിശോധിക്കാം. അതിനുശേഷമാണ് ഇനി തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ തിരഞ്ഞെടുപ്പിന് ശേഷം ഈ വോട്ടർ പട്ടിക ഇപ്പോൾ പാർട്ടികൾക്ക് നൽകുമ്പോൾ അവർ മൗനം പാലിച്ചിട്ട്, കോൺഗ്രസിന്റെ കയ്യിലും ഈ വോട്ടർ പട്ടിക ലഭിക്കുമല്ലോ, ആ സമയം മൗനം പാലിച്ചിട്ട് തിരഞ്ഞെടുപ്പിന് ശേഷം ദയനീയമായി തുടർച്ചയായി പരാജയപ്പെടുമ്പോൾ പറയുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെറ്റെന്ന്. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വരാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും അതോടൊപ്പം തന്നെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ആറ്റിങ്ങൽ എന്ന മണ്ഡലം പരിശോധിക്കാം. ആറ്റിങ്ങൽ എന്ന മണ്ഡലം പരിശോധിക്കുമ്പോൾ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ ശക്തി കേന്ദ്രമാണ്. ആ ശക്തി കേന്ദ്രത്തിൽ ഇത്തരത്തിലുള്ള കള്ള വോട്ടുകൾ ഉള്ളതായും, ഇരട്ടി വോട്ടുകൾ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് തന്നെ പല ബൂത്തുകളിലും പല മണ്ഡലങ്ങളിലും വോട്ടുള്ളതായി അന്നത്തെ UDF സ്ഥാനാർത്ഥിയായ അടൂർ പ്രകാശ് കണ്ടെത്തുകയും അദ്ദേഹം 60,000-ലധികം വോട്ടുകൾ, എന്ന് പറയുമ്പോൾ വലിയൊരു സംഖ്യ വോട്ടുകൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ചൂണ്ടിക്കാട്ടുകയും അന്ന് അത് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് തിരഞ്ഞെടുപ്പിന് മുൻപ്. അതിന്റെ ഫലമായി അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? അദ്ദേഹം 2019 ആറ്റിങ്ങൽ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയിൽ വിജയിച്ചു കയറുകയാണ്. ഇതേ സമാനമായ സാഹചര്യം തന്നെയായിരുന്നു 2024-ലും. 2024-ലും അടൂർ പ്രകാശ് ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. അവിടെ തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കൂ. അതാണ് ജനാധിപത്യം. അല്ലാതെ പരാജയപ്പെട്ടിട്ട് ആ സംവിധാനത്തെ പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കാൻ പാടില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധി അതാണ് ചെയ്യുന്നത്. ഇനി ഈ കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള നിഷ്പക്ഷ വോട്ടർമാർ എന്ത് കരുതും? ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാകുന്നില്ല, ഇനി ആർക്കോട്ടിട്ടാലും BJP-യിൽ ജയിക്കുകയുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ പങ്കാളിയാകുന്നില്ലെന്ന് ജനങ്ങൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അവരെ കുറ്റം പറയാൻ സാധിക്കുമോ? അവർ അതിൽ നിന്ന് അപ്പോൾ ഈ ജനാധിപത്യം എന്ന സംവിധാനത്തെ തന്നെ തകർക്കാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത്. അതേ ഒരു രാജ്യദ്രോഹിയായി മാറിയത് വർഷങ്ങളായി തന്നെ ജനങ്ങൾ മനസ്സിലാക്കുകയാണ്. ഓരോ കാലത്തും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ അനുകൂലമായി സംസാരിക്കുക, ഇന്ത്യയുടെ സൈനികർക്കെതിരായി സംസാരിക്കുക, ഈ ഹിന്ദുക്കൾക്കിടയിലും മുസ്ലിങ്ങൾക്കിടയിലും വിഭാഗീയത ഉണ്ടാക്കാനായി ഈ BJP വർഗീയവാദം വളർത്തുന്നു. അത് പോകട്ടെ, പക്ഷെ ഈ ഉത്തരേന്ത്യയിലെ സാധാരണക്കാർക്കിടയിൽ പോയി ചോദിക്കുകയാണ് ജാതി ഏതാണ്? നിങ്ങളുടെ എല്ലാ ഇതും തട്ടിയെടുക്കുകയാണ് സവർണരായ സവർണരായ ഹിന്ദുക്കൾ തട്ടിയെടുക്കുന്നു. ഇദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും അപ്പൂപ്പനും അടക്കമുള്ളവരാണല്ലോ ഈ നാട് ഇത്രയും നാൾ ഭരിച്ചിരുന്നത്. അപ്പോൾ ഈ തെറി വിളിക്കാനുള്ളത് മോദിയല്ല, സ്വന്തം അച്ഛനെ വിളിക്കണം അല്ലെ? അച്ഛ എന്തുകൊണ്ട്? അച്ഛൻ മരിച്ചുപോയി, അത് മറ്റൊരു. എന്താ സ്വന്തം അച്ഛ ഈ രാജ്യത്തെ രക്ഷപ്പെടുത്താൻ തന്നെ കൊണ്ട് കഴിഞ്ഞില്ലേ? അല്ലെങ്കിൽ അപ്പൂപ്പനോട് ചോദിക്കണം, അമ്മൂമ്മയോട് ചോദിക്കണം, തന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ട് എന്ത് കൊണ്ട് സാധിച്ചു? ഈ നാടിന് ഇത്രത്തോളം തുലച്ചല്ലോ. പക്ഷേ ഈ നരേന്ദ്രമോദി വന്നിട്ട് എത്ര? 2014 മുതലാണ് ഈ തുടർച്ചയായി ഈ നമ്മുടെ രാജ്യത്തിന്റെ പൂർണ്ണമായി തന്നെ 60-50 വർഷത്തോളം ഭരണം നടത്തിയത് ഈ നെഹ്റു കുടുംബമാണ്. നെഹ്റു 15 വർഷത്തിലധികം ഭരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ 10 വർഷത്തിലധികം ഇന്ദിരാഗാന്ധി ഭരിച്ചു. 5 വർഷത്തിലധികം ഈ രാജീവ് ഗാന്ധി, ഇദ്ദേഹത്തിന്റെ പിതാവ് ഭരിച്ചിരിക്കുന്നു. പിന്നീട് ഇദ്ദേഹത്തിന്റെ അമ്മയുടെ തന്നെ പാവയായ മൻമോഹൻ സിംഗ് 10 വർഷം ഭരിച്ചു.
അങ്ങനെ ഒരു വലിയ കാലയളവ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനും മറ്റു സംവിധാനങ്ങളും മുഴുവൻ ആരുടെ കയ്യിലായിരുന്നു? ഈ രാഹുൽ ഗാന്ധിയുടെ കയ്യിലായിരുന്നു. അപ്പോൾ മൗനം പാലിച്ച രാഹുൽ ഗാന്ധി 2014 തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ നിരന്തരം പരാജയപ്പെടുകയാണ്. ഈ 2004 മുതൽ 2014 വരെ അഴിമതികൾ, പുറത്തിറങ്ങിയ ബോംബ് സ്ഫോടനങ്ങൾ, ബോംബെ എന്ന ഇന്ത്യയുടെ വ്യവസായ തലസ്ഥാനമായ അവിടെ ബോംബ് ചിന്നിച്ചിതറുകയാണ് ജനങ്ങൾ. അങ്ങനെ നിരന്തരം ബോംബ് സ്ഫോടനങ്ങളും 2G അഴിമതി, അതോടൊപ്പം തന്നെ അഴിമതി ഇല്ലാത്തത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നാം കണ്ടെത്തണം. ആ സമയത്ത് തന്നെയാണ് ഡൽഹിയിൽ ഒരു പീഡന പരമ്പരകൾ, നിർഭയ പീഡനം ഉൾപ്പെടെയുള്ള നിരന്തര സംഭവങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ആ 2014 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ വലിയ രീതിയിൽ ഭരണവിരുദ്ധമുള്ളത് മുതലാക്കിയാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത്. പക്ഷെ ശ്രീജിത്ത്, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ രാഹുൽ ഗാന്ധി പറയണമെന്ന് ആരും ഇപ്പൊ വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല. കാരണം അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, അയാൾക്ക് തന്നെ ബോധമില്ലാതെ എന്തൊക്കെയോ പറയുന്നതാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ എന്റെ ക്വസ്റ്റ്യൻ അതല്ല. എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ശശി തരൂരിനെ പോലെയുള്ള ഒരു പേഴ്സൺ ഇപ്പൊ ഭയങ്കര ജനകീയനാണ്, പുറത്തൊക്കെ പോയി, രാജ്യത്തിന് പുറത്തു പോയി ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുന്നു, കോൺഗ്രസിൽ നിന്നുകൊണ്ട് BJP-നെ സപ്പോർട്ട് ചെയ്യുന്നു ഒരു വിഭാഗം ആൾക്കാർ പറയുന്നുണ്ട്. അദ്ദേഹം ഇപ്പൊ മുമ്പോട്ട് വന്നിട്ടുണ്ട്, രാഹുൽ ഗാന്ധി ചോദിച്ചതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആൻസർ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോ ജനങ്ങൾ അത് വിശ്വസിക്കില്ലേ? അല്ല, ശശി തരൂർ അങ്ങനെ പറയണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ വ്യക്തത വരുത്തണം. എങ്ങനെ രാഹുൽ ഗാന്ധി പരാതി കൊടുത്താൽ അതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുന്നത്. ഒന്നെങ്കിൽ പരാതി എഴുതി തരൂ, അല്ലെങ്കിൽ മാപ്പ് പറയൂ. ഇത് തന്നെയാണ് ശശി തരൂർ ഉദ്ദേശിക്കുന്നത്. രാഹുൽ ഗാന്ധി പരാതി എഴുതി നൽകുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് മറുപടി നൽകാൻ അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. അവർ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, ജനാധിപത്യപരമായി ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണല്ലോ. ആ ജനാധിപത്യ രാജ്യങ്ങളിൽ ചോദ്യങ്ങൾ ഉയർത്താം. എല്ലാവർക്കും വ്യക്തമായ നിലപാടുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പോകാം. അല്ലാതെ ഈ സംവിധാനത്തെ പൂർണ്ണമായി തന്നെ തകർക്കുന്ന, ഈ ഇന്ത്യയുടെ ജനാധിപത്യത്തെ തകർക്കുക എന്ന രീതിയിലേക്ക് രാഹുൽ ഗാന്ധി പോകുന്നത്, അദ്ദേഹം ഈ പാർട്ടിയുടെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും ഗതികെട്ട ഒരു നേതാവ് ഉണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. 2014 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ലഭിച്ചത് വെറും 44 സീറ്റാണ്. ഈ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ പോലും ഇങ്ങനെയില്ല. ആ രീതിയിലേക്കുള്ള ഒരു പാർട്ടി ഇത്രയും ഗതികേടിലേക്ക് കൊണ്ടെത്തിച്ചത്, ഈ പാർട്ടിയുടെ തകർച്ച ആരംഭിക്കുന്നതെന്ന് പറയുമ്പോൾ എല്ലാ കാലത്തും കോൺഗ്രസിന് പ്രാദേശിക തലത്തിൽ തന്നെ കോൺഗ്രസിനെ നിയന്ത്രിക്കാനുള്ള നേതാക്കളുണ്ടായിരുന്നു. കേരളത്തിലാണെങ്കിൽ കരുണാകരൻ, തമിഴ്നാട്ടിലാണെങ്കിൽ കാമരാജും അടക്കമുള്ള പല നേതാക്കളും ഉണ്ടായിരുന്നിട്ടുണ്ട്. ആ നേതാക്കളെ എല്ലാം ഹൈക്കമാൻഡ് എന്ന ഗോലപ്പാമ്പ് കാണിച്ച് ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ അവരെ പുറത്താക്കുക, അവരെ പാർട്ടിയിൽ തന്നെ അടിമകളായി വയ്ക്കുക, അങ്ങനെയെല്ലാം ചെയ്തത് കൊണ്ടാണ് ഈ രാഹുൽ ഗാന്ധിയുടെ അമ്മയും അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഈ കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെട്ട് കഴിയുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത്. ഇദ്ദേഹം വിജയിച്ചപ്പോൾ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ തെക്ക് വടക്ക് നടന്നു അല്ലെ, തെക്ക് വടക്ക് ജമ്മു, കന്യാകുമാരി വരെ, കാശ്മീർ വരെ നടന്നിട്ട് 99 സീറ്റ് നേടിയപ്പോൾ പറയുകയാണ് ഞങ്ങൾ ജയിച്ചേന്ന്. എന്നിട്ട് അവസാന ഘട്ടത്തിൽ ഇപ്പോൾ അതിനുശേഷം വന്ന ഹരിയാനയിലും തോറ്റു, മഹാരാഷ്ട്രയിലും തോറ്റു, ഡൽഹിയിലും തോറ്റു, ആ പ്രദേശങ്ങളിൽ മുഴുവനായിട്ട് തോറ്റപ്പോൾ പറയുകയാണ് എല്ലാ കുറ്റവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട്, ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജമ്മു കാശ്മീരിൽ BJP തോറ്റു. തെരഞ്ഞെടുപ്പിൽ BJP തോൽക്കുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. പിന്നീട് നാം കണ്ടത് ജാർഖണ്ഡിലാണ്. ജാർഖണ്ഡിൽ BJP തോറ്റു. BJP തോറ്റ സംസ്ഥാനത്തെ കുറിച്ച് എന്താണ് ഇദ്ദേഹം മിണ്ടാത്തത്? ജാർഖണ്ഡും അങ്ങനെയാണെങ്കിൽ ഇത് പറയണ്ടേ? ഇദ്ദേഹം പറയണം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഹരിയാനയിൽ ജയിക്കും. ഹരിയാനയിൽ തോറ്റ എന്താണ്? തോക്കാനുള്ള കാരണം കോൺഗ്രസിന് തന്നെ വ്യക്തമാണ്. ഈ വിജയപ്രതീക്ഷ ഉണ്ടായപ്പോൾ അവിടുത്തെ ഒരു സീനിയർ നേതാവും വനിതാ നേതാവും തമ്മിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ നടക്കുന്നു. സീനിയർ നേതാവിന്റെ നേതാക്കളെ മാത്രം MLA ഇലക്ഷനിൽ മത്സരിപ്പിക്കുന്നു. ആ MLA ഇലക്ഷനിൽ മത്സരിപ്പിച്ചപ്പോൾ വനിതാ നേതാവിന്റെ അണികൾ മുഴുവൻ വോട്ട് ചെയ്ത് പരാജയപ്പെടുത്തുകയാണ് കണ്ടത്. ഡൽഹിയിൽ നമുക്കറിയാമല്ലോ ആ വലിയ അഴിമതി, ഷീല ദീക്ഷിതുമായി ബന്ധപ്പെട്ട് 15 കൊല്ലം അവർ തുടർച്ചയായി ഭരണം നടത്തി അവിടെ അഴിമതി ഉണ്ടായതിന് ഫലമായും സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുകയാണ്. അവിടെ ജനങ്ങളാണ് കോൺഗ്രസിനെ പാഠം പഠിപ്പിക്കുന്നത്. മഹാരാഷ്ട്രയിലും ഇതാണ് സംഭവം. അവിടെ ശിവസേന പിളരുന്നു, NCP പിളരുന്നു, കോൺഗ്രസിന്റെ പല നേതാക്കളും NDAയിലേക്ക് പോകുന്നു. അങ്ങനെ പാർട്ടിയിലെ പല നേതാക്കളും മറുകണ്ഠം ചാടിയപ്പോഴാണ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് തോൽക്കുന്നത്. ഈ തോൽവി ഉണ്ടാകുമ്പോൾ സ്വന്തം കഴിവുകേടുകൾ തുറന്നു സമ്മതിക്കാതെ ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കാനാണ് രാഹുൽ ഗാന്ധി നടക്കുന്നത്. ഇദ്ദേഹത്തെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ്
VS അച്യുതാനന്ദൻ വിളിച്ചൊരു പേരുണ്ട്, അമൂൽ ബേബി. അദ്ദേഹത്തിന് 80ാമത്തെ വയസ്സിലും അദ്ദേഹം ഇത്തരം വിമർശനങ്ങളുമായി ഭാവി പ്രധാനമന്ത്രിയായി അമൂൽ ബേബി ആയിരിക്കും. അതിനുശേഷം ഇനി കോൺഗ്രസ്സുകാർ പോലും ഇനി കുറച്ചു നാൾ മാത്രമായിരിക്കും ഇദ്ദേഹത്തെ സഹിക്കുക. 2009 മുതൽ 14, 19, 24 ഈ തെരഞ്ഞെടുപ്പുകളിൽ മുഴുവൻ ഈ രാഹുൽ ഗാന്ധി ഭാവി പ്രധാനമന്ത്രി ആയിരിക്കുകയാണ്. ജനങ്ങൾ മടുത്തു, കോൺഗ്രസ്സുകാർ മടുത്തു. അവർ ഇനി 2029 കൂടി നോക്കും. അതിനുശേഷം പറയും രാഹുൽ ഗാന്ധി അമൂൽ ബേബി അവിടെ വിശ്രമിച്ചോളൂ, അടുത്ത് പ്രിയങ്ക വരട്ടെ എന്ന് പറയും. അതിന്റെ ഒരു തുടക്കമായിരുന്നു നാം വയനാട് കണ്ടത്. വയനാട്ടിൽ അവർ MP ആണ്. അവരുടെ പ്രവർത്തനം മികച്ചതാണെങ്കിൽ അടുത്ത തവണ ആവശ്യപ്പെടാൻ പോകുന്നത് കോൺഗ്രസ് ഉറപ്പായി തന്നെ ആവശ്യപ്പെടും. ചിലപ്പോൾ 2029 തന്നെ അത് ആവശ്യപ്പെടും. രാഹുൽ ഗാന്ധി മാറി നിൽക്കട്ടെ, പ്രിയങ്ക ഗാന്ധി വരട്ടെ എന്നായി ചിലപ്പോൾ ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇലക്ഷൻ സമയത്ത് മാത്രം മുഖം കാണിക്കുന്നതാണല്ലോ വയനാട്ടിൽ, അല്ലെങ്കിൽ ജയിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആളെ കണ്ടിട്ട് പോലും ഇല്ല അല്ലെ. അത് വയനാട്ടിൽ ഒരു ചൊല്ലുണ്ട്. കാരണം രാഹുൽ ഗാന്ധിയേക്കാൾ വയനാട്ടിലെത്തിയത് അവിടുത്തെ കാട്ടാനകളാണെന്ന്. അങ്ങനെ ഒരു ചൊല്ല് വയനാട്ടിൽ അവിടെ ഗ്രാമപ്രദേശങ്ങൾ ഉൾപ്പെടെ അങ്ങനെ ഒരു ചൊല്ലുണ്ട്. രാഹുൽ ഗാന്ധി 6-7 വട്ടം വരുമ്പോഴേക്കും അവിടെ കാട്ടാനകൾ ഇപ്പൊ ഒരു കാട്ടാനേനെ ചിലപ്പോൾ നാട്ടിൽ 10 തവണ ഇറങ്ങിയിട്ടുണ്ട്. വയനാട്ടിൽ അങ്ങനെ ഒരു സംസാരവുമുണ്ട്. പക്ഷെ രാഹുൽ ഗാന്ധി എന്തായാലും ഇതിനെതിരെ കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.